ജീവിതത്തിൽ പാതി വഴിയിലെത്തിയവർക്ക് പിന്നീടുള്ള വഴിയും കടക്കാനാകും. വെറുതെയല്ല അവർ പാതി വഴിയിലെത്തിയത്. മുന്നിലേക്കുള്ള വഴി അവർക്ക് വേണ്ടി ആരോ ഒരുക്കി വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ പാതി വഴിയിലെത്തില്ലായിരുന്നു. ദൈവം ഓരോരുത്തർക്കും ഓരോ വഴി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങൾ കരുതും, ഞാൻ എങ്ങനെ ഈ വഴിയിലെത്തി? ചിലർ ഇതെൻ്റെ വഴിയാണ് എന്ന് ഉറച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ ഇവിടെ എത്തിയത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ല. എല്ലാ വഴികളും എഴുതപ്പെട്ടിരിക്കുന്നു ഓരോരുത്തർക്കും വേണ്ടി. നിങ്ങളിപ്പോൾ നിൽക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ സ്ഥാനത്ത് നിങ്ങൾ എത്തിയത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് സൂക്ഷ്മമായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു നിമിഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെത്തിയത്. ആ വഴിയിൽ എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ സ്ഥിതിയിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ഇത്തരമൊരു സ്ഥിതിയിലേക്ക് എത്തുമെന്ന്. എല്ലാം ഒരു തീരുമാനപ്രകാരം സംഭവിക്കുന്നു. മുകളിലുള്ള ശക്തി എല്ലാം തീരുമാനിക്കുന്നു. നാം അതനുസരിച്ച് സഞ്ചരിക്കുന്നതാണ്. വഴികളിലെ കാഠിന്യവും കല്ലും മുള്ളും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ അതികഠിനമായ വഴി എനിക്ക് താണ്ടി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ വഴിയിലാണ്. പാതി വഴി നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങൾ ഈ വീഥിയിൽ എത്തപ്പെട്ടെങ്കിൽ മുമ്പിൽ എത്ര കഠിനമായ കല്ലുകളും കഠിനമായ മുള്ളുകളും നിങ്ങൾ കണ്ടാലും നിങ്ങളെ എത്തിക്കേണ്ട ആ ശക്തി തീർച്ചയായും അതിലെത്തിക്കും. ആർക്കും ആ വഴിയിൽ നിങ്ങളെ തടയാനാകില്ല, ആ ശക്തിക്കല്ലാതെ. ആ ശക്തിയുടെ തീരുമാനം നടക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.